പശ്ചിമേഷ്യയിൽ വീണ്ടും സാഹചര്യങ്ങൾ സങ്കീർണമാകുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ അന്തിമ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും അമേരിക്കയുടെ നയതന്ത്ര വഞ്ചനയിലും പ്രതിഷേധിച്ചാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നില്ല. ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ശനിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുകയാണെന്ന് ഇറാൻ അറിയിച്ചു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ തുടർ ചർച്ചകൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ലെബനിലെ ഇസ്രായേൽ മാരകമായ ആക്രമണങ്ങൾ നടത്തിയതിനാൽ അവ അവസാന നിമിഷം മാറ്റിവെച്ചു. അവിടെ 4 സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനുമായി ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥയായ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് അമേരിക്ക അവിടെ പുതുക്കിയ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടുകയും ശനിയാഴ്ച വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തു. പുതിയ ഉടമ്പടി ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. അതേസമയം 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ അന്തിമ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മുൻകാലങ്ങളിലും ഇപ്പോഴും ഭാവിയിലും നൽകിയിരുന്ന ഗാർഡിയൻ ഏഞ്ചൽ എന്ന നിലവിലുള്ള സേവനങ്ങൾക്കുള്ള ചെലവ് തിരിച്ചുപിടിക്കുന്നതിനായിരിക്കും ഈ ടോൾ എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് ടോൾ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.